ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ലാവിലിനല്ലേ, അല്ലേ? അത് ഇ ഡി ആണ് വ്യക്തമാക്കേണ്ടത്. അല്ല അല്ല അല്ല, നിങ്ങൾ അയച്ചു എന്നല്ല, സമൻസ് അയച്ചു എന്നല്ലോ, ഇ ഡി സ്ഥിരീകരിച്ചു, സമൻസ് അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ലാവിലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. 2006 ഫെബ്രുവരി ഉമ്മൻചാണ്ടിയാണ് ഈ കേസ് വിജിലൻസിന് വിട്ടത്. ഏത് വിജിലൻസിന്? അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസിന്. അതിനുശേഷം 2007 ഹൈക്കോടതിയിൽ ഇത് CBI ഏറ്റെടുക്കണമെന്നൊരു സ്വകാര്യ അന്യായം വന്നു. അതിനുള്ള കാരണം വിജിലൻസ് ഈ കേസ് എടുക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് പിണറായിക്കെതിരായി കേസെടുക്കാൻ പറ്റില്ല എന്ന് വന്നതോടു കൂടിയിട്ടാണ് അത് CBI ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ 2007 ഹൈക്കോടതിയിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ അന്യായമാണ്. അതിൽ കുറേ നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. 2009 CBI കുറ്റപത്രം നടത്തി. 2007 മുതൽ 2 വർഷം CBI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തു. എപ്പോൾ 2009. 2014 CBI കോടതി, സ്പെഷ്യൽ കോടതി തിരുവനന്തപുരം വിധി വന്നു. എന്താ വിധി? പിണറായിയെ ഒഴിവാക്കി വിധി വന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട കക്ഷികൾ അപ്പീൽ പോയി. 2019 ഹൈക്കോടതി വിധി വന്നു. എന്തെന്ന്? പിണറായി പ്രതിയല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം അത് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. അപ്പോൾ 2007 മുതൽ 2019 വരെയുള്ള 12 വർഷക്കാലത്തോളം CBI അന്വേഷിച്ച് ഒന്നും ഇതിലില്ല, ഒരു മോണിറ്ററി ബെനിഫിറ്റും ഇല്ല, പിണറായി വിജയൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കേസിൽ എങ്ങനെയാണ് സമൻസ് വന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം. ഞങ്ങളല്ല ചോദിക്കേണ്ടത്, പറഞ്ഞവർ ചോദിക്കണം. ഇവിടെ സമൻസ് കിട്ടിയിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല, വിദേശത്ത് പോയിട്ട് സമൻസ് സെർവ് ചെയ്തിട്ടില്ല, ക്ലിഫ് ഹൗസിൽ സമൻസ് സെർവ് ചെയ്തിട്ടില്ല. എവിടെയാ സെർവ് ചെയ്തത് എന്ന് പരാതി പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിക്കുക. നല്ല ബന്ധമില്ല നിങ്ങൾക്കുള്ളത്. ഇപ്പം പറയുന്നത് എന്താ? ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? EDയും പിണറായിയും യോജിച്ചു എന്നല്ലേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ അന്തർധാര അങ്ങനെയാണെങ്കിൽ ഉടനെ നിങ്ങൾ പറയണം, ഈ അന്തർധാര പിണറായിയുമായിട്ട് ED ഉണ്ട്, അതുകൊണ്ട് EDനെ പിരിച്ചു വിടണമെന്ന് പറയണം. ആര് പറയണം? ഇത് കൊണ്ടുവന്ന ആൾക്കാർ പറയണം. വെറുതെ നിൽക്കരുത്. ഇത് നിങ്ങൾ ഫോളോ അപ്പ് നടത്തണം. എന്നിട്ട് പറയണം, നിങ്ങൾ പിണറായി വിജയനെ സഹായിക്കുന്നു, അതുകൊണ്ട് ഇത് പിരിച്ചു വിടണമെന്ന് പറയണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ധനകാര്യ വകുപ്പ് മന്ത്രിയോടും പറയുക. എന്നിട്ട് ആ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിക്കുക. അപ്പം ഞങ്ങൾ മറുപടി പറയും കൃത്യമായിട്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉപ്പ് തിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല, ഇതിൽ പെട്ട എല്ലെണ്ണത്തിനെയും അങ്ങനെ തന്നെ വേരോടെ പിഴുതെടുത്ത് നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരും. ആ വെള്ളം കുടിക്കുക കാണാം. നിങ്ങൾ കുറേ വെള്ളം കുടിപ്പിച്ചല്ലോ, കുറേ വെള്ളം കുടിപ്പിക്കുക. സ്വർണ്ണ കേസ് ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചല്ലോ. ഡോളർ കേസ് ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചിട്ടുള്ള. കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചല്ലോ. AI ക്യാമറ ഉണ്ടായിരുന്നല്ലോ, വെള്ളം കുടിപ്പിച്ചല്ലോ. ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ഡാറ്റ ചോർത്തലുണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെറ്റി കേസ് പിണറായിക്കെതിരായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പോഴും ഇത് വീണ്ടും ലാവിലിൻ എന്നും പറഞ്ഞിട്ട് പറയാണല്ലോ. അത് അവരോട് ചോദിക്കുന്നു. ഇവിടെ കിട്ടിയിട്ടില്ല. വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അതെ, വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ പിണറായി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും പറയേണ്ടതില്ല. വെബ്സൈറ്റിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക.
വെബ്സൈറ്റിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കും നിങ്ങൾ എന്താണ് ഇതിന്റെ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന്. ഞങ്ങളല്ലല്ലോ ചോദിക്കണ്ടേ. അവിടെയാണ് പ്രതിപക്ഷം എടുക്കുന്ന ചോദ്യം. അത് ഞങ്ങളെ പേരിൽ എന്താ കേസ് എടുക്കാത്തത്? പിണറായി അല്ലല്ലോ ചോദിക്കണ്ടേ. ഇതുവരെ വന്ന വെറുതെ ഈ വെറുതെ സമയത്ത് വെറുതെ ED പ്രതിനിധികൾ തന്നെ വെറുതെ അയച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇത് മാത്രം highlight ഏതാ ചെയ്യുന്നത് മനോരമയല്ലേ? അല്ല മാതൃഭൂമി ഏതാ? മനോരമയാണ്. മനോരമ. ചോദിക്ക്, ആരോട് ചോദിക്കണോ? പിണറായിക്ക് സമൻസ് അയച്ചിട്ടുണ്ടെന്ന് വെബ്സൈറ്റിൽ ഉണ്ടല്ലോ. ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഉണ്ടല്ലോ. എന്നാൽ എന്താ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന് അവരോട് ചോദിക്ക്. ഇത് വെച്ചിട്ട് അങ്ങ് ചോദിക്ക്. അത് തന്നെയാണ് ചോദ്യം. ഞങ്ങളോടാണോ ചോദിക്കേണ്ടത്? ഉറപ്പല്ലേ? അങ്ങനെയത് എന്തുകൊണ്ട് അത് നിന്ന് പോയി? നിങ്ങൾ ഒരു കത്ത് എനിക്ക് അയക്കുന്നു, ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. എന്നിട്ട് എനിക്കെന്താ കിട്ടാത്തത് എന്ന് ഞാൻ ചോദിക്കാനാണോ നിങ്ങളോട്? വെറുതെ വർത്തമാനം പറയും. ഇതിനു മുമ്പ് ഇത് വെറുതെ നിങ്ങൾ മലർന്ന് കിടന്നിട്ട് തുപ്പണ്ട. കുറെ തുപ്പിയല്ലോ. മലയാള മനോരമക്കൊന്നും ഇതിൽ ഒരു ചെറിയ വിരല് പിണറായിക്കെതിരായിട്ട് അനക്കാൻ പറ്റില്ല. നിങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്നത്. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ആദ്യം പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കണ്ട. ലൈഫ് എന്ന് പറഞ്ഞു. ലൈഫ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ ലാവ്ലിനല്ലേ? അവരോട് ചോദിക്ക്. ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിജിലൻസ് വകുപ്പ് തള്ളി, CBI കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതിയിൽ കിടക്കുന്നു. 7 കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി CBI അന്വേഷിച്ച കാര്യത്തിൽ നിങ്ങളയച്ച വെബ്സൈറ്റിൽ വന്ന സമൻസ് എന്തായി പോയി? അവരോട് ചോദിക്കണ്ടത്. നിങ്ങളയച്ചേ അവരോട് ചോദിക്കും കേട്ടോ.